ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ കാണാതെ പോയ, അധികമാരും അറിയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്ത ഒരു സംഭവമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയും ആശങ്കയിലാക്കുകയും ചെയ്ത സംഭവം മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തതിൽ അത്ഭുതം തോന്നുന്നു. ചന്തയിൽ പട്ടി പെടുത്താൽ അതിന്റെ പിന്നാലെ പോയി എന്തിനാണ് അവിടെ പട്ടി പെടുത്തതെന്ന് അന്വേഷിക്കുകയും അന്ത്യനേരത്ത് കോട്ടിട്ട് ജഡ്ജിമാർ വിധി പറയുകയും ചെയ്യുന്ന അന്ത്യചർച്ചകളൊന്നും കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ചെമ്പത്തൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളാണ് ക്രൈസ്തവ സമൂഹത്തെ ആശങ്കയിലാഴ്ത്തിയത്. ഫെറോന ദേവാലയത്തിലെ കുമ്പസാര ശുശ്രൂഷയ്ക്ക് വൈദികൻ ഉപയോഗിക്കുന്ന വിശുദ്ധ ഊറാറ അത് കാണാതായി. പിന്നീട് ഏറ്റവും നിന്ദ്യമായ രീതിയിൽ ശുചിമുറിയിൽ നിന്ന് അത് കണ്ടെടുത്തു. ഈ സംഭവത്തിന് മുമ്പ് തൊട്ടടുത്ത കോൺവെന്റിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഇരിക്കൂർ ഉപവിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ ചെമ്പത്തൊട്ടി ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന ഒരു അധ്യാപകനും ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കും നിസ്കരിക്കണം. അതും CMS കോൺവെന്റിൽ തന്നെ വേണം. അവിടെ അനുവാദം ചോദിച്ചെത്തിയവരോട് കോൺവെന്റിലെ ചുമതലക്കാർ ആ ആവശ്യം നിഷേധിച്ചു. തുടർന്ന് വാക്കേറ്റമായി. കയ്യാങ്കളിയിൽ വരെ എത്തിയപ്പോൾ പോലീസ് വന്നു. പ്രശ്നക്കാരെ തിരികെ വിളിച്ചു കൊണ്ടുപോയി. നേരത്തെ പള്ളിയിലും ഇതേ ആവശ്യവുമായി ചിലരെത്തിയിരുന്നു. അപ്പോൾ തന്നെ അവിടെ അവരെ പറഞ്ഞയച്ചു. അതിനുശേഷമാണ് കോൺവെന്റിലെത്തിയത്. ചെമ്പത്തൊട്ടിയിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇനിയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്നേക്കാം. കാരണം ഇത്തരം സംഭവങ്ങൾക്ക് ആവർത്തനം ഉണ്ടായിരിക്കുന്നു. ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നത് വ്യക്തമാണ്. വിഷയം വഴിതിരിച്ചു വിടാനും വാർത്തകൾ പുതുതായി ഉണ്ടാക്കുവാനും തങ്ങളെ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെ ശ്രദ്ധ മാറ്റാനും ചിലർ നിഗൂഢമായി ചെയ്യുന്ന പ്രവൃത്തികളാണോ ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. ഏതെങ്കിലും ക്രൈസ്തവർ മുസ്ലിം പള്ളിയിൽ പോയി കുമ്പിടണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ചരിത്രം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവത്തിൽ കുമ്പസാരക്കൂട്ടിൽ തന്നെയായിരുന്നു ഊറാറ സൂക്ഷിച്ചിരുന്നതെന്ന് സെന്റ് ജോർജ് ഫെറോന പള്ളി വികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഊറാറ കാണാതായതെന്ന് മനസ്സിലായപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ശുചിമുറിയിൽ നിന്ന് കണ്ടെടുക്കുന്നത്. കലോത്സവത്തിനായി ദേവാലയത്തിന്റെ പരിസരം, സ്കൂളിന്റെ ഗ്രൗണ്ട്, സ്റ്റേജ് തുടങ്ങിയവ വിട്ടു നൽകിയത് കൊണ്ടാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത്. സംഭവത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. വെറുതെ അനുവാദം ചോദിച്ചല്ല, പറ്റില്ലെന്ന് കേൾക്കുമ്പോൾ മടങ്ങിപ്പോവുകയല്ല അവർ ചെയ്തത്, മറിച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അത് ശ്രദ്ധേയമാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ലെന്ന് സ്കൂളിലേക്ക് പോകാനുമാണ് ഇടവക വികാരി പറഞ്ഞത്. മഠത്തിൽ അധ്യാപകർ ഉൾപ്പെടെ നിസ്കരിക്കണമെന്ന ആവശ്യം എത്തിയപ്പോഴാണ് വാക്കേറ്റമായത്. ഈ മഠത്തിന് തൊട്ടടുത്ത് തന്നെ 2 മുസ്ലിം പള്ളികൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അതും കിലോമീറ്ററുകളൊന്നും താണ്ടി പോകണ്ട, തൊട്ടടുത്ത് തന്നെയാണ്. മുൻപ് ഇത്തരത്തിൽ നടന്ന സംഭവം നമ്മുടെ മുന്നിലുണ്ട്. മുസ്ലിം പള്ളികളുടെ സമീപത്തുള്ള കലാലയത്തിൽ തങ്ങൾക്ക് നിസ്കാരത്തിനുള്ള ഇടം വേണമെന്ന് ആവശ്യപ്പെട്ട് വാശി പിടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കേരള സമൂഹം മറക്കാൻ നേരമായിട്ടില്ല. കേരള സമൂഹം ഇതും കാണണം. ഇവരെയൊക്കെ മഹത്വവൽക്കരിക്കാൻ നടക്കുന്നവർ കണ്ണു തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ട്? അവരെന്ത് ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് തിരിച്ചറിയുന്ന ആരെങ്കിലുമൊക്കെ ഈ കൊച്ചു കേരളത്തില്, ഈ കൊച്ചു സാംസ്കാരിക കേരളത്തില് ഉണ്ടാവും. ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു സംഭവമാണിത്. കേരളത്തിൽ ഇത് അടുത്ത കാലത്തായി ആവർത്തിച്ചു വരികയാണ്. ഒരു സംഭവമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല. പല ഇടങ്ങളിലും കേൾക്കുന്നു, പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരും ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുന്നില്ല. നിസ്കരിക്കാൻ സൗകര്യം ചോദിച്ച് എത്തിയത് ഗവൺമെന്റിലാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരാരും മുന്നോട്ട് വരാത്തത്. ഏതായാലും സാംസ്കാരിക കേരളത്തിന് ഇതൊരു അപമാനം തന്നെയാണ്. സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക.